ഒരാൾ വളരെ വിഷമത്തോടുകൂടി ഒരു മൈതാനത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് വേറൊരാളിരുന്നു. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് അദ്ദേഹം അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു ദരിദ്രനാണ്, എനിക്ക് ഈ ദാരിദ്ര്യത്തിൽ ജീവിക്കാനാണ് വിധി. ഇത് കേട്ട ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് 2 കൈയില്ലേ, 2 കാലില്ലേ, കണ്ണുകളില്ലേ? താങ്കളുടെ ശരീരത്തിനുള്ളിൽ എത്രയോ അത്ഭുതപ്പെടുത്തുന്ന, അതിശയപ്പെടുത്തുന്ന എത്രയോ നാഡികളുണ്ട്. അവയിൽ കൂടി സഞ്ചരിക്കുന്ന എത്രയോ രാസപ്രവർത്തനങ്ങളുണ്ട്. ഇങ്ങനെയുള്ള താങ്കൾ എങ്ങനെയാ ഒന്നുമില്ലാത്ത ദരിദ്രനാകുന്നത്? ഇവയിൽ കൂടുതൽ വിലപിടിപ്പുള്ള എന്ത് കാര്യമാണ് ലോകത്തുള്ളത്? ആ മനുഷ്യൻ തുടർന്നു, ഒരു മനുഷ്യൻ ദരിദ്രനാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരവർ തന്നെയാണ്. ധാരാളം സമ്പത്തുള്ള ആൾക്കാർ മറ്റു പല കാര്യങ്ങളിലും ദരിദ്രരായിരിക്കും. അവർക്ക് ചിലപ്പോൾ പണമുണ്ടെങ്കിൽ കൂടി സമാധാനം കാണണമെന്നില്ല. അവർ അതിൽ ദരിദ്രരാണ്. ചിലപ്പോൾ ചിലർക്ക് പണം കുറവുണ്ടെങ്കിലും സമാധാനം കുടുംബത്തുണ്ടാകും. അവർ അതിൽ സമ്പന്നരാണ്. പണം മാത്രം വിലയിരുത്തി ഒരാൾ ദരിദ്രനോ സമ്പന്നനോ ആകുന്നില്ല. അവരവരുടെ കാഴ്ചപ്പാടാണ് ഒരാളെ ദരിദ്രനും സമ്പന്നനുമാക്കുന്നത്. നിനക്ക് പണത്തിലാണ് കുറവെങ്കിൽ അത് നികത്താൻ ലോകത്ത് എന്തെല്ലാം സാധ്യതകളുണ്ട്? അതെന്താണെന്ന് സ്വയം ആലോചിക്കുക. അപ്പോൾ അതിനുള്ള വഴി തെളിയും. അതുപോലെ സമാധാനമില്ലായ്മയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാം എന്ന് ചിന്തിക്കുക. അപ്പോൾ അതിനുള്ള വഴിയും തെളിയും. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ഈ ലോകത്തില്ല. അത് കണ്ടെത്തുന്നതാണ് ഒരാളുടെ കഴിവ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിലേക്ക് അല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്, അതിനുള്ള പരിഹാരം എവിടെ കിട്ടുമെന്നാണ് ചിന്തിക്കേണ്ടത്. ഇത്രയും പറഞ്ഞ് ആ മനുഷ്യൻ നടന്നകന്നു. ദുഃഖിച്ചിരുന്ന ആ ചെറുപ്പക്കാരന് ഒരു പുത്തൻ ഉണർവോടെ സന്തോഷത്തോടുകൂടി അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു. നമ്മളും പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കും. പകരം അതിനുള്ള പരിഹാരത്തിലേക്കുള്ള ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള വഴിയും തെളിയും. നമ്മുടെ കാഴ്ചപ്പാടിലാണ് മാറ്റം വരേണ്ടത്.